ഹൈ ഫിലിപ്പൈൻസ് ഒ ടി ടിയിൽ ഇറങ്ങിയ ഒരു മലയാള ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടി വന്നതാണ്. അനോമി. നിങ്ങൾ എത്ര പേര് ഈ ഒരു പടം ഇറങ്ങിയത് അറിഞ്ഞു എന്നറിയില്ല. തിയേറ്ററിക്കലി റിലീസായതാണ് ഈ വർഷം തന്നെ. പക്ഷേ അത് തിയേറ്ററിക്കലി ഒരു പരാജയമായിരുന്നു. അത്ര വലിയ ഹിറ്റായില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലറാണ് അനോമി. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ. അതിൻ്റെ മേക്കിംഗ് ഒക്കെ നമുക്കൊരു കുറച്ച് ഏവറേജ് ആണെങ്കിലും പിന്നെ ആ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ കുറച്ച് ഏവറേജ് തോന്നുമെങ്കിലും നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ. വൺ ടൈം നമ്മളതിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു സീറ്റഡ് ത്രില്ലർ പോലെ നമുക്കിങ്ങനെ കണ്ടിരുന്ന് അവസാനം ക്ലൈമാക്സ് ആയാലും വളരെ നല്ലൊരു ഡീസൻറ്റ് ക്ലൈമാക്സ് ഉണ്ട്. നല്ലൊരു ക്ലൈമാക്സ്. ആ ഒരു ക്ലൈമാക്സ് മലയാളത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടി വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ഭാവന, റഹ്മാൻ ഇവരാണ് ലീഡ് റോളിലുള്ളത്. രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിച്ചുണ്ട്. റഹ്മാൻ ഇപ്പോൾ ഇങ്ങനത്തെ റോളുകൾ കുറേ ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ആയിട്ട് ഉള്ള ഒരു റോൾസ് ഇപ്പോൾ കുറച്ചായി. ഇതിന് മുന്നേ ഓട്സ് ആൻഡ് സീരീസിലൊക്കെ പുള്ളി അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ധ്രുവങ്ങൾ 16 മുതൽ പുള്ളി ഇങ്ങനത്തെ റോൾസൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ റഹ്മാൻ അറിയാമല്ലോ, നോർമലി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ ആൾ നല്ല രീതിയിൽ ചെയ്യും. പിന്നെ ഭാവന ഫസ്റ്റ് മുതൽ ഭാവന തന്നെയാണ് പടത്തിലെ ഒരു മെയിൻ ലീഡ് റോൾ എന്നല്ല, ഭാവനയുടെ ചുറ്റിപ്പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ പോകുന്നത്. ഭാവന നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാര്യങ്ങൾക്ക് വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഭാവന തന്നെയാണ് തോന്നി പടത്തിൻ്റെ, അങ്ങനെയാണ് തോന്നുന്നു. ഒരു ഡീസൻ്റായിട്ട് കണ്ടിരിക്കാം, നമുക്ക് കുഴപ്പമില്ല. പിന്നെ വരുന്ന ഒരു സസ്പെൻസ് ആയിട്ട് കാണിക്കുന്ന വില്ലൻ നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. ആളെ കുറച്ച് നാളായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ കാണാറില്ല. പുള്ളിനെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പുള്ളി നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും ആരാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടവർക്ക് അറിയാൻ പറ്റും അതാരാണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ ഈ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല. നല്ലൊരു ഡീസൻറ്റ് ത്രില്ലർ. ഇങ്ങനത്തെ ഒരു മലയാളത്തിൽ ഇറങ്ങിയ ഇതുപോലത്തെ പുറത്തൊക്കെ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇറങ്ങുമ്പോൾ നമ്മളത് ഡെഫിനറ്റ്ലി കണ്ടിരിക്കണം, കാണുക. ഓക്കെ, ബൈ.